യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. നവീകരണം, വിശുദ്ധീകരണം ഇവയൊക്കെ നാം സ്ഥിരം കേൾക്കുന്ന വാക്കുകളാണ്. എന്തിനാണ് നാം തന്നെ നവീകരിക്കുന്നത്? വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭിക്കുക? ദുഃഖങ്ങളുടെയും സഹനങ്ങളുടെയും അർത്ഥമെന്താണ്? ബാഹ്യമനുഷ്യനാണോ ആന്തരിക മനുഷ്യനാണോ നാം പ്രാധാന്യം നൽകേണ്ടത്? ഇവയിലേക്ക് വെളിച്ചം വീശുന്ന തിരുവചന സന്ദേശമാണ് ഇന്നത്തെ ഷെമാ ഇസ്രായേലിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഡാനിമോൾ മാത്യു, മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 4 വർഷമായിട്ട് IELTS പരീക്ഷ പലതവണ എഴുതി. ഞാൻ 11 പ്രാവശ്യം എഴുതി IELTS എക്സാം. ഞാൻ അവസാനമായിട്ട് എഴുതിയത് ജൂൺ 17-ാം തീയതി ആയിരുന്നു. 18-ാം തീയതി മുതൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം കഴിഞ്ഞ ശനിയാഴ്ച 24-ാം തീയതി ഞങ്ങളിവിടെ ഏകദിന കൺവെൻഷന് ഒരുമിച്ച് വരികയും അനീഷച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഉന്നത വിജയം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ദൈവവചന ശുശ്രൂഷയിലൂടെ അത്ഭുതകരമായ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിൽ നിറയണം. സർവ്വതും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല ആഗ്രഹങ്ങളിലേക്കും ഈ നിമിഷങ്ങളിൽ കടന്നു വരാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗ്ഗം നമ്മളോട് സംസാരിക്കുന്നതാകട്ടെ ഈ നിമിഷങ്ങൾ. അതിനുവേണ്ടി ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ അസ്വസ്ഥപ്പെടുന്നു, ഭാരപ്പെടുന്നു, അതെല്ലാം കർത്താവിന് ഇപ്പോൾ കൊടുക്കാം. കർത്താവെ, അവിടുത്തെ വചനം കേൾക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ, എൻ്റെ മനസ്സിനെ ഒരുക്കണമേ, എൻ്റെ ചിന്തകൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവവചനം സ്വീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അസ്വസ്ഥതകളും, എല്ലാ മനസ്സിൻ്റെ ഭാരങ്ങളും ക്ലേശങ്ങളും ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ശ്രവിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്ന പോലെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പ്രവർത്തിച്ചു. കേൾക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചലിക്കട്ടെ. ഈ ഓരോ മക്കളുടെ മേലും ചലിക്കട്ടെ. അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളാണ്. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ. അനശ്വരതയിലുള്ള പ്രത്യാശ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ
അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യമായവ നശ്വരങ്ങളാണ്, എന്നാൽ അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. വചനം പറയുന്നു, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, കാരണം ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ശ്രദ്ധിച്ച് കേട്ട് ഈ വചനം ആത്മാവിലേറ്റെടുക്കേണ്ടതാണ്. പൗലോസ് കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുക. എപ്പോഴാ? ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ അവസ്ഥ ഒന്ന് തട്ടിച്ചു നോക്കിയേ. നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോർമലി ആന്തരിക മനുഷ്യൻ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബാഹ്യമായ അവസ്ഥകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ചുറ്റുപാടുകൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ അനുദിന ജീവിതത്തിലോ ചില പ്രശ്നങ്ങളും ചില പ്രതികൂലങ്ങളും ചില രോഗങ്ങളും ചില തകർച്ചകളും ചില ബാധ്യതകളും ചില തടസ്സങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുവാണോ ആന്തരിക മനുഷ്യൻ ക്ഷയിക്കുവാണോ സാധാരണ ചെയ്യുക? എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, എൻ്റെ ബാഹ്യ ജീവിതത്തിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബാഹ്യമായ കുറേ ഇഷ്യൂസ് എൻ്റെ ജീവിതത്തിൽ, അത് സാമ്പത്തികമോ ഭൗതികമോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുകയോ ക്ഷയിക്കുകയോ? നോർമലി എന്നാ സംഭവിക്കുന്നത്? നോർമലി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എൻ്റെ ആന്തരിക മനുഷ്യൻ്റെ ബലം കുറയ്ക്കും, അല്ലേ? എന്നിട്ട് പറയും, ഞാൻ ഇനെന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇതിലും ചത്താ പോരെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആരും ഒന്നും പറയുന്നില്ല, എന്നെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല, ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? കണ്ടോ? ചില ബാഹ്യമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, ചില അനുഭവങ്ങൾ ജീവിതത്തെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ, ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ജീവിതത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ, ബാഹ്യമനുഷ്യൻ ക്ഷയിക്കാൻ തുടങ്ങിയപ്പോൾ, ബാഹ്യമനുഷ്യൻ മുറിവേൽക്കാൻ തുടങ്ങിയപ്പോൾ, ബാഹ്യമനുഷ്യന് വേദനിക്കാൻ തുടങ്ങിയപ്പോൾ ആന്തരിക മനുഷ്യൻ ക്ഷയിക്കാൻ തുടങ്ങി. ഇതാണ് നോർമലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നോർമലി സംഭവിക്കുന്നത്. പക്ഷെ പൗലോസ് ഇവിടെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. പ്രത്യാശ ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങൾ കളയുന്നില്ല. എന്ത് സംഭവിച്ചോട്ടെ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പറയാ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടുന്നു. കണ്ടോ? ഇതാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. അവൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചാലും ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം കാരിസ്മയിൽ വന്നൊരു സഹോദരൻ, സാക്ഷ്യപ്പെടുത്തുന്ന സഹോദരനാണ് ജീവിതത്തിൻ്റെ അവസ്ഥകൾ, ഇന്നലകളിൽ അതുപോലെ പാപത്തിലും അശുദ്ധിയിലും മദ്യപാനത്തിലും ലഹരിയിലും കഞ്ചാവിലും ലോകമോഹങ്ങളിലൊക്കെ കടന്നുപോയിട്ട് അതിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായ ആ വ്യക്തിയെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അഭിഷേകം നൽകി പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവസ്ഥ അറിയാം, കൊട്ടേഷനായിട്ടും അതുമായിട്ടും ഇതൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. കള്ള് ഷാപ്പിൻ്റെ ഫ്രണ്ടിലാണ് കച്ചവടവും. അപ്പോൾ അതൊക്കെ വീണ്ടും ഭയങ്കര അസ്വസ്ഥയാണ്, മനസ്സിലാക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ജോലി പോലും അവിടെ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നു. കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ കച്ചവടം നിർത്തേണ്ടി വന്നു. ചില കച്ചവടങ്ങൾ സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, പാൻപരാഗ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പൂർണ്ണമായിട്ട് കച്ചവടത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ നിന്നപ്പോൾ കുറേ സാമ്പത്തിക നഷ്ടങ്ങളായി, ചിലപ്പോൾ പട്ടിണിയായി. ആരുടെടുത്തെങ്കിലും പറയാൻ പറ്റും? സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞെരുക്കങ്ങൾ, കടം മേടിക്കാൻ സാഹചര്യമില്ല, അവസ്ഥകളില്ല. കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞ ബാഹ്യ മനുഷ്യൻ അതുപോലെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുക, അതുപോലെ തകർത്തുകൊണ്ടിരിക്കുക. കാരിസ്മയിലേക്ക് ഓടി വന്നു. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചോ എനിക്കിപ്പോൾ ഒരൊറ്റ നിമിഷം മതി കാശ് വേണമെന്ന് വെച്ചാൽ മേടിക്കാൻ. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കൊട്ടേഷൻ പണിയുണ്ട്, അതിൻ്റെ കൂടെ കുറേ പിള്ളേരുമുണ്ട്.
ഞാൻ ഇപ്പോൾ വിളിച്ചാൽ അവർ വരും. പക്ഷേ അച്ഛനറിയാലോ, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് സുവിശേഷത്തിൻ്റെ സ്നേഹവും സുവിശേഷത്തിൻ്റെ വിടുതലും ഇതുവരെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനപ്പുറമായിട്ട് ഞാൻ പഴയ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോഴും അച്ഛനറിയാവോ, ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, സഹനമെന്ന് പറഞ്ഞാൽ, വേദന എന്ന് പറഞ്ഞാൽ, അതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒറ്റ നിമിഷം മതി കാശുണ്ടാക്കാൻ. എങ്കിലും അച്ഛോ, ഞാൻ ആ പരിപാടിക്ക് പോകില്ല. ഞാൻ അങ്ങനെയുള്ള പരിപാടിക്ക് എത്രമാത്രം ബാഹ്യമായിട്ട് ഞെരുങ്ങിയെന്ന് വന്നാലും, പട്ടിണി കടന്നെന്ന് വന്നാലും, പട്ടിണി കടന്ന് മരിച്ചെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ പഴയ പരിപാടികൾക്ക് പോകില്ല. നോക്കിക്കേ, ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുക, തരിപ്പണമായിക്കൊണ്ടിരിക്കുക. ഒന്നുമില്ല, ഒരു കച്ചിത്തിരുമ്പുമില്ല പിടിക്കാൻ, എല്ലാം തീർന്നു. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം നഷ്ടങ്ങളാണ്. കാരണം പഴയ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, പഴയ പരിപാടികൾക്ക് പോകാൻ പറ്റില്ല, പഴയ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു, മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, കഞ്ചാവിൽ നിർത്തി, ലഹരിയുടെ കച്ചവടം നിർത്തി, കൊട്ടേഷൻ നിർത്തി, കടയിൽ വിറ്റുകൊണ്ടിരുന്ന ചെറിയ പെട്ടിക്കട അതിൽ വിറ്റുകൊണ്ടിരുന്ന ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും നിർത്തി. ഇതാണ് കൂടുതൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരുന്നു വല്ല കച്ചവടം കിട്ടിക്കൊണ്ടിരുന്നത്, കാശ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് കിട്ടാതെയായി. ജീവിത പങ്കാളി, കൊച്ച്, എല്ലാ കാര്യങ്ങൾ കൊണ്ട് അവരുടെ സാമ്പത്തിക ഇഷ്യൂ, അതിൻ്റെ ഇടയിൽ പണ്ടത്തെ കടങ്ങൾ എല്ലാം കൂടി കടന്ന് ഭയങ്കര സമ്മർദ്ദം കൊണ്ട് ബാഹ്യ മനുഷ്യനെ കൊണ്ട് ഞെരുക്കാൻ തുടങ്ങി, അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞ, എൻ്റെ ബാഹ്യ മനുഷ്യൻ എങ്ങനെയൊക്കെ ഞെരുങ്ങിയാലും അച്ചോ, ഞാൻ പഴയ അവസ്ഥകളിലേക്ക് പോകില്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ പോകില്ല. കണ്ടോ, ബാഹ്യ മനുഷ്യൻ ഞെരുക്കപ്പെടുമെന്നേ. നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, ഈ ലോകം നമ്മളെ ഞെരുക്കും. കാരണം വചനം പറയുന്നു, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. അത് നമ്മളെ പീഡിപ്പിക്കും, അവൻ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. പക്ഷെ പൗലോസിലെ വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയും, എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. കാരിസ്മനിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരനാണ്, ചന്ദ്രൻ എന്ന പേര്. പുള്ളിക്ക് ഈ ദിവസങ്ങളിലാണ് ക്യാൻസർ രോഗമാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്തത്. കാരിസ്മനിൽ എല്ലാ ശനിയാഴ്ചകളിലും വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഹിന്ദുവായിരുന്നു. കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാരിസ്മനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ കാര്യം അറിഞ്ഞു. എല്ലാ അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഓപ്പറേഷനും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് കടന്നു പോകണം ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, പേടിയുണ്ടോ, ഒരു ടെൻഷനുണ്ടോ, ഭയമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ഇത്രയും നാൾ കർത്താവിനെ ജീവിക്കാൻ അനുവദിച്ചില്ലേ, ഇത്രയും നാൾ കർത്താവിനോട് ശുശ്രൂഷ അനുവദിച്ചില്ലേ. ഇന്ന് വരെ എന്നെ നടത്തിയ ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. കർത്താവ് എന്നെ ഇഷ്ടമുള്ള പോലെ നടത്തിക്കൊള്ളും. എനിക്ക് ടെൻഷനൊന്നുമില്ല അച്ചോ, എനിക്കിതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സാമ്പത്തിക ഇഷ്യൂസ് കൊണ്ട് അച്ഛനറിയാം, എത്രയും കാശ് കാര്യങ്ങളൊക്കെ വേണം. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഓപ്പറേഷന് 19,000 രൂപ വേണം, കുറേ കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. അതല്ലാതെ എനിക്ക് പേഴ്സണൽ ഇതൊരു പ്രശ്നമല്ലച്ചോ. ക്യാൻസർ അല്ല, അതിനപ്പുറം വന്നാലും എനിക്കിതൊരു പ്രശ്നമല്ലച്ചോ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കാൻ തുടങ്ങി. ഒരു രോഗത്തിൻ്റെ നടുവിൽ, അത് പലപ്പോഴും ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ക്യാൻസർ ആരംഭിച്ചിട്ടുള്ളെങ്കിലും മനസ്സ് മരവിച്ച് മടുത്ത് മരിച്ചു പോകുന്നവരുണ്ടെന്ന്. ആന്തരിക മനുഷ്യന് ബലമില്ലാത്തത് കൊണ്ട് ബാഹ്യ ഞെരുക്കങ്ങളും ബാഹ്യ മനുഷ്യൻ്റെ ബലഹീനതകളുടെ നടുവിൽ വീണു പോകുന്നവരുണ്ട്, തകർന്നു പോകുന്നവരുണ്ട്. ഇവിടെ പൗലോസ് വിളിച്ചു പറയുക, എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുക, ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോർമലി പറ്റാത്ത കാര്യമോ പ്രിയപ്പെട്ടവരെ? പലരുടെയും ജീവിതത്തിൽ ഒരു ബാഹ്യമായ ക്ലേശം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, വിഷമവും വേദനകളൊക്കെ ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ പയ്യെ അതിൻ്റെ ബലം ക്ഷയിക്കാൻ തുടങ്ങും, ചോർന്നു പോകാൻ തുടങ്ങും. പിന്നെ ഒന്നിനോട് താല്പര്യമില്ല, ജീവിതത്തോട് പോലും മടുപ്പ്, ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. കണ്ടോ, ഇവിടെയാണ് ഈ വചനം ആത്മാവിൽ വീണ്ടും ജനിക്കാൻ നമ്മൾ അനുവദിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ആത്മാവിൽ ഈ വചനത്തിന് അഭിഷേകം എടുക്കേണ്ടത്. പൗലോസിലേക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം എന്നാ, പൗലോസ്ലീഹ റോമ 8:35 വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ആർക്കെന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റും? നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, ദാരിദ്ര്യമോ, ഈ ലോകത്തിനോ വരാനിരിക്കും, ഒന്നിനും ദൈവസ്നേഹത്തെ വേർപെടുത്താൻ പറ്റില്ല.
ഈ പൗലോസ്ലീഹ തന്നെ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി എന്തെല്ലാം സഹനങ്ങളാണ് ഞാൻ എടുത്തത് അല്ലേ. ചാട്ടവാർ അടിയേറ്റു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു, കപ്പലിൽ നിന്ന് താഴെ ഇട്ടു. ഇതെല്ലാം പൗലോസ്ലീഹ കടന്നു. എന്നിട്ട് അവൻ്റെ ആന്തരിക മനുഷ്യൻ ക്ഷയിച്ചില്ല, ബലം പ്രാപിച്ചു. അനുദിനം നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടാൻ നമ്മൾ വചനത്തിൽ അഭിഷേകം പ്രാപിച്ച് വചനം നമ്മളിൽ പരിശുദ്ധാത്മാവിൽ മാംസം ധരിക്കാൻ അനുവദിക്കണം. നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിൻ്റെയും രോഗത്തിന് സൗഖ്യത്തിനായി യേശുക്രിസ്തു തൻ്റെ ശരീരവും രക്തവും തന്നിട്ടുണ്ട്. എന്നാൽ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ മനസ്സ് നമുക്ക് തന്നിരിക്കുക. അതവൻ്റെ വചനമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ വചനം നമ്മൾ വായിച്ച്, വചനം സ്വീകരിച്ച്, വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിച്ച് അത് അഭിഷേകമാകുമ്പോൾ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടാൻ തുടങ്ങും. അനുദിനം ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടണമെങ്കിൽ അനുദിനം കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നവീകരിക്കപ്പെടണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ട് ആന്തരിക മനുഷ്യർ ബലമില്ലാത്ത ക്ഷയിച്ചു പോകുന്നത്? വചനത്തിൻ്റെ ബലമില്ലാത്തത് കൊണ്ടാണ്. പലർക്കും വചന മാംസം ധരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. പ്രശ്നങ്ങളും തകർച്ചകളും പരാജയങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ വരുമ്പോൾ ഭാരപ്പെടുന്നത്, വേദനിക്കുന്നത്, വിഷമിക്കുന്നത്, പരാതി പറയുന്നത്, പരിഭവം പറയുന്നതിനൊക്കെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ആന്തരിക മനുഷ്യന് ബലമില്ല. കണ്ടോ? വചനത്താൽ ഇത് നവീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെന്ന് പറയുന്നതിന് കാരണം, എല്ലാ ദിവസവും വ്യത്യസ്തമായ ബാഹ്യമായ ഞെരുക്കങ്ങളിലൂടെയാണ്, സാഹചര്യങ്ങളിലൂടെയാണ്, ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടണമെങ്കിൽ അത് വചനത്താൽ സാധ്യമാണെങ്കിൽ വചനം വായിച്ച് വചനമേറ്റെടുത്ത് എല്ലാ ദിവസവും എൻ്റെ ആന്തരിക മനുഷ്യനെ നവീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് സംഭവിക്കണം. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. കണ്ടോ? കാരണം എന്നാ? ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ ബാഹ്യമായ ഞെരുക്കങ്ങളും കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് അതുമാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന ബാഹ്യമായ ശരീരത്തിൻ്റേത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും നശിക്കാത്ത, എന്ന് നിലനിൽക്കുന്ന ആത്മാവിൻ്റെ ഒരു അവസ്ഥയും നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ശരീരവും മനസ്സും ആത്മാവും ഉള്ളതുപോലെ ശരീരത്തിന് ഭക്ഷണം കൊടുക്കും, മനസ്സിന് നമ്മൾ ഭക്ഷണം കൊടുക്കും, ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. കാരണം ഇത് അനശ്വരമായവയാണ്, എന്ന് നിലനിൽക്കുന്ന അംശമാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന അവസ്ഥ. കണ്ടോ? അതൊരിക്കലും നശിക്കുന്നില്ല. ശരീരം നശിച്ചാലും, ശരീരം ക്ഷയിച്ചാലും, ശരീരത്തിൽ രോഗം വന്നാലും, സാമ്പത്തിക തകർച്ച ഉണ്ടായാലും, ഭൗതിക തകർച്ച ഉണ്ടായാലും, എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ആന്തരിക മനുഷ്യൻ ക്ഷയിക്കാതെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തണം. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. ഈ ലോകത്തിൽ ക്ഷയിച്ചു പോകുന്ന വസ്ത്രങ്ങളിലോ വസ്തുക്കളിലോ വ്യക്തികളിലോ അല്ല നമ്മുടെ ലക്ഷ്യങ്ങൾ. വചനം അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം എന്താ? ദൃശ്യമായത് മുഴുവൻ കടന്നു പോകും, നശിച്ചു പോകും. എന്നാൽ അദൃശ്യമായ ഒരിക്കലും നശിക്കുന്നില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, നമ്മളീ കാണുന്ന ഒക്കെ നശിച്ചു കടന്നു പോകേണ്ടതാണ്. എല്ലാം കടന്നു പോകേണ്ടതാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ അവസ്ഥകൾ, ഞാനും നീയും എല്ലാം കടന്നു പോകേണ്ടത്. നമ്മുടെ ഇന്നിൻ്റെ വേദനകൾ, വിഷമം, പരാജയം, പരിഭവം, പരാതി, ഇതെല്ലാം കടന്നു പോകേണ്ടത്, എല്ലാം കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് നവമനുഷ്യമായി കടന്നു പോകുന്നതിനെ ഓർത്ത് ഭാരപ്പെടാതെ എന്ന് നിലനിൽക്കുന്ന അദൃശ്യമായവയ്ക്ക് വേണ്ടി, ആത്മാവിന് വേണ്ടി വില കൊടുത്ത് അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുക, വിളിക്കുക. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കുമ്പോഴും ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടാൻ, ദൃശ്യമായവയാകാതെ അദൃശ്യമായവ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളതിന് സഹായിക്കട്ടെ. ആമേൻ.
കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഈശോയുടെ അടുത്തേക്ക് വന്നിരിക്കാൻ പറ്റുമെങ്കിൽ ഈശോയുടെ അടുത്തോ ചേർന്നിരിക്കുക. ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നോ ഒക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക. അത്ഭുതകരമായ അഭിഷേകമാണ് ഈശോയുടെ സാന്നിധ്യം നമുക്ക് തരുന്നത്. ആ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ സകല മേഖലകളിൽ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. നിൻ്റെ എല്ലാ അവസ്ഥകളും ഇപ്പോൾ കർത്താവിന് കൊടുക്കുക. പല കാര്യങ്ങളെ ഓർത്ത് നീ ഈ സമയത്ത് ഭാരപ്പെടുന്നുണ്ടാകാം. പല മേഖലകൾ, സാമ്പത്തിക ഇഷ്യൂസ്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേഖലകൾ, ജീവിത പങ്കാളിയുടെ ദുശ്ശീലങ്ങൾ, മക്കളുടെ പാപ വഴികൾ, പല കാര്യങ്ങളെ ഓർത്ത് ഒരുപക്ഷെ ഒത്തിരി ഭാരപ്പെടുന്നുണ്ടാകാം. മക്കളുടെ വിവാഹം, അവരുടെ ഭാവി ജീവിതം, അവരുടെ ജോലി മേഖലകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. ചില രോഗം മൂലം ഭാരപ്പെടുന്നവരുണ്ടാകാം. ചില രോഗാവസ്ഥകൾ ഒത്തിരിയേറെ മാനസികവും ശാരീരികമായി തളർത്തിയിട്ടിരിക്കുന്നവരുണ്ടാകാം. എല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. വചനത്തിലൂടെ നമ്മൾ കേട്ടില്ലേ, പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ബാഹ്യമായി നമ്മളെ ക്ഷയിപ്പിക്കുന്ന എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ, നമ്മുടെ മനസ്സ് ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക. കർത്താവ് പറഞ്ഞില്ല, നിൻ്റെ ഭാരമെല്ലാം ഇവിടെ ഇറക്കി വയ്ക്കുക. ആ ഈശോ നമ്മുടെ കൂടെയുണ്ട്. എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചില്ലേ, വളരെ ശക്തമായിട്ട് കർത്താവ് പറഞ്ഞതാ, ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുമ്പോൾ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടണം. കർത്താവിന് കൊടുക്കാം. കർത്താവെ, എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആന്തരിക മനുഷ്യനും ക്ഷയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബാഹ്യ മനുഷ്യൻ്റെ ബലം ക്ഷയിച്ചപ്പോൾ രോഗം മൂലവും അസ്വസ്ഥത മൂലവും പെട്ടെന്നുള്ള ജീവിത പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ, ഒത്തിരിയേറെ ബാഹ്യമായ പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെ ആന്തരിക മനുഷ്യൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിതത്തെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ, ആകുല ചിന്തകൾ, അസ്വസ്ഥ ചിന്തകൾ, ആത്മഹത്യാ ചിന്തകൾ, നിരാശ ചിന്തകൾ, എൻ്റെ ചിന്തകൾക്ക് ഏകാഗ്രതയില്ല. എല്ലാം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, മാനുഷിക പ്രശ്നങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഒത്തിരിയേറെ മാനസികമായി വിഷമിക്കുന്ന മക്കൾ ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ, അവരൊക്കെ ഇപ്പോൾ തന്നെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ശരീരം തളർന്നു പോയാലും ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുവാൻ പരിശുദ്ധാത്മാവരെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില രോഗങ്ങളുടെ നടുവിൽ മാനസികമായി തകർന്നിരിക്കുന്നവർ, ചില പ്രശ്നങ്ങളുടെ നടുവിൽ മാനസികമായി ഒത്തിരി വേദനിക്കുന്നവർ, ചില ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ നടുവിൽ മനസ്സിന് ബലമില്ലാതെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, അവരിലേക്കൊക്കെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് ശക്തി വ്യാപരിക്കട്ടെ. ആന്തരിക മനുഷ്യൻ ഇപ്പോൾ നവീകരിക്കപ്പെടട്ടെ. ആന്തരിക മനുഷ്യൻ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, ആന്തരിക മനുഷ്യന് ബലം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബോധ്യങ്ങൾ കർത്താവ് ഇപ്പോൾ അഴിച്ചുവിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ കിടക്കുന്ന തെറ്റായ ചിന്തകൾ കർത്താവ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റായ ചില തിന്മയുടെ സ്വരം കേൾക്കുന്ന മക്കൾ, അതുകൊണ്ട് ആത്മീയമായി ഉണരാൻ പറ്റുന്നില്ല, ആത്മീയമായി ചിന്തിക്കാൻ പറ്റുന്നില്ല, ആന്തരിക മനുഷ്യന് ബലമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അവസ്ഥയിലൊക്കെ ഇവരെ കുടുക്കിയിട്ടിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ കുത്തിവെക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നുപോയാലും കർത്താവ് നിൻ്റെ കരം പിടിക്കുമെന്നുള്ള വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഫിലിപ്പി 4:13 വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ശക്തിയായി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ ശക്തിയായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്ന മനസ്സുകൾ ഇപ്പോൾ
യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. തളർന്നുപോയ എല്ലാ മനസ്സുകളും ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. തളർന്നുപോയ എല്ലാ ജീവിതങ്ങളും ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. തളർന്നുപോയ എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. തകർന്നുപോയ എല്ലാ സാമ്പത്തിക മേഖലകളും ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. തകർന്നുപോയ എല്ലാ ശരീരത്തിൻ്റെ ബലവും ഇപ്പോൾ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നിൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഈശോയിൽ ഉത്തരമുണ്ടെന്ന് വിശ്വസിച്ചേ. ഈശോയ്ക്ക് ഉത്തരം തരാൻ പറ്റാത്ത, ഈശോയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇന്ന് വരെയും ലോകം കണ്ടുപിടിച്ചിട്ടില്ല. ആ ഈശോയുടെ സന്നിധിയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമർപ്പണം ഏറ്റുപറഞ്ഞ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ മരണമേ,